എനിക്കൊരു ചോദ്യമുണ്ട്, പക്ഷേ ഒരാളുടെ ചോദ്യത്തിന് ശേഷം ഞാൻ ചോദിക്കാം. 2 ചോദ്യം ചോദിക്കാനുണ്ട്. The first question is that when you do a program to an audience which consists of men, women, children, boys, girls of different culture background, നിങ്ങൾ അവർക്ക് വേണ്ടി ചിട്ടപ്പെടുത്തുന്ന നൃത്യ പരിപാടികളിൽ ഏതെങ്കിലും ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് അവരെ ആകർഷിക്കാനുള്ള പ്രിൻസിപ്പിൾസ്, അവരെ ആകർഷിക്കാനുള്ള എന്തെങ്കിലും സിസ്റ്റം തയ്യാറാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ എനിക്ക് മാത്രം കളിക്കണം വെച്ചാൽ എനിക്ക് വീട്ടിലിരുന്ന് ചെയ്താൽ മതി. എന്നെ സംബന്ധിച്ചോളം ഓഡിയൻസ് തന്നെയാണ് മെയിൻ. അതിൻ്റെ അർത്ഥം ഞാൻ പ്ലേയിങ് ടു ദ ഗാലറീസ് അല്ല. ഇപ്പോൾ ഒരു ഓർഗനൈസർ വന്ന് പറഞ്ഞു ഇതിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. പക്ഷേ എനിക്ക് ഓഡിയൻസ്, ഞാൻ ആദ്യം ചോദിക്കും എന്തൊക്കെ തരം ഓഡിയൻസ് ആണ് ഇവിടെ ഉള്ളത്, എന്താണ് അവരുടെ പ്രൊഫൈൽ. ചെറിയ കുട്ടികളാണെന്ന് വെച്ചാൽ അവർക്ക് പറ്റുന്ന സാധനം, അവർക്ക് ഞാൻ ഫിലോസഫി അടിക്കാൻ പാടില്ല. അതേമാതിരി ഒരു കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് വെച്ചാൽ അവർക്ക് പറ്റിയ സാധനം ഞാൻ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഐ തിങ്ക് ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഗെയിം. PhD ലഭിച്ച ഈ സമയത്ത് അന്ന് പബ്ലിക് ഡിഫൻസിൽ CV ചന്ദ്രശേഖരൻ സാറിനെ പോലെയുള്ള മഹാനായ കലാകാരന്മാർ ദേവികയുടെ ഈ പേപ്പറിനെ പറ്റി നൃത്ത വിദ്യാർത്ഥികൾക്ക് ഇതിനപ്പുറം പ്രയോജനമുള്ള ഒരു പേപ്പർ കിട്ടാനില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് ഈ ഒരു ശിഷ്യയെ കിട്ടിയതിൽ ഏറ്റവും അധികം ഞാൻ സന്തോഷിക്കുന്നു. ഇന്ന് എൻ്റെ മറ്റ് അനേകം വിദ്യാർത്ഥികൾക്ക് ദേവികയുടെ കീഴിൽ ഇനി ഈ ഗവേഷണം തുടരാം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അക്കാഡമിക് റിസർച്ച് നമ്പർ 1, നമ്മളത് അതിനൊരു മെത്തഡോളജി ഉണ്ട്. ആ മെത്തഡോളജി ആര് വായിക്കുമ്പോഴും മനസ്സിലാക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് ഇസ് എ ഡാൻസർ ഓർ എ മ്യൂസിഷ്യൻ ഓർ എനിബഡി. അതുകൊണ്ടാണ് PhD എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഡോക്ടർ ഓഫ് ഫിലോസഫി അല്ലേ, യു ആർ എലിജിബിൾ ടു ടീച്ച് എനിബഡി, നോട്ട് ജസ്റ്റ് ഡാൻസേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു റൈറ്റിംഗ്, അതും ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് വേണം. പലപ്പോഴും ഇന്ന് നാട്ടിൽ ഈ മെത്തഡോളജി ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും യൂണിവേഴ്സിറ്റീസിലും PhD ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഡാൻസ്. പിന്നെ ഒരുപാട് വൈവയ്ക്ക് പോലും ഞാൻ പോയിട്ടുണ്ട്. മെത്തഡോളജി അറിഞ്ഞൂടെ അവർക്ക്. ഒരു കുട്ടി പബ്ലിക് ഡിഫൻസ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് ഒപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയെ വല്ലാണ്ട് അയ്യോ ഒരു ഗുരുവിനെയാണ് അപമാനിച്ചതെന്നുള്ളതായി. പക്ഷേ ഷീ വാസ് ഡിഫെൻഡിങ് ഹർ തീസിസ് ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി. അതുപോലും അവർക്ക് അതിൻ്റെ ഒരു മെത്തഡോളജി. ഇന്നോട്ട് ഒരു കുട്ടിയോട് ചോദിച്ചു ഇതെന്താ നിങ്ങളത് ചെയ്യാത്ത പറയുമ്പോൾ ഇതൊക്കെ ഞാനിനി പബ്ലിഷ് ചെയ്യുമ്പോൾ ഉൾപ്പെടുത്താം. അതല്ല. ഇത്തരം ചില ബേസിക് ഇൻഫർമേഷൻ, ദെൻ ഈവൻ റൈറ്റിംഗ് സ്റ്റൈൽ, ഒരുപാട് വേർഡ്സ് പാടില്ല, സിമ്പിളായിരിക്കണം, കോമയുള്ള അവിടെ കോമ വേണം. അതിൻ്റെ ഒരു പിന്നെ ഡാൻസിന് പ്രത്യേകമായിട്ടുള്ള ഒരു മെത്തഡോളജി പോലും ഉണ്ട്. Who can speak volumes through her eyes. I think today she shone very luminously because of the presence of her guru in the audience. When she did the drinking that water, the throat, the moving here, so beautiful. ഞങ്ങളൊക്കെ വെള്ളം കുടിക്കും പോലും അങ്ങനെ വരാറില്ല. ഭംഗിയില്ലെങ്കിൽ അത് വേറെ പ്രശ്നം. പക്ഷെ അല്ല, ഈ മോഹിനി എന്ന് പറയുന്നത് ദി ആസ്പെക്ട് ടു എൻചാൻറ്റ്. അതിപ്പോൾ മോഹിനിയാട്ടം മാത്രമല്ല, എല്ലാ ഡാൻസ് ഫോമും ഒരു തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. വശമല്ലേ വിഷ്വലി ഫോർ സം ടൈം അല്ലേ, ഒരു കുറച്ച് നേരം ആദ്യം ഒന്ന് ആൾക്കാരെ ഹുക്ക് ചെയ്യാൻ വേണ്ടി ഒരു പക്ഷേ അത് ഫോർ സം ടൈം. അതിപ്പോൾ പെട്ടെന്നൊരു നല്ലൊരു ശബ്ദം ഒരാൾ പാടി നമ്മൾ കേട്ടു, നല്ലൊരു വലിയ പ്ലീസിങ് ആയിട്ടുള്ള വോയിസ് അല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ ഒരു മാധുര്യത്തിൽ ആൾക്കാർ ഇരുന്ന് പോകും. പക്ഷേ ടു മാനേജ് വിത്ത് ദി ആർട്ടിസ്റ്റ്, ദി അക്കമ്പനിയിങ് ആർട്ടിസ്റ്റ്, അതായത് ഒരു സിറ്റുവേഷൻ നമ്മൾ ഡാൻസ് കേൾക്കുകയും പാട്ട് കാണുന്ന ഒരു അവസ്ഥയാവണം. അത് മാനേജ് ചെയ്യുക പറഞ്ഞാൽ അതിന് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അത് അവിടെ കൗണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ചിലപ്പതികാരം. ഇപ്പം ഞാൻ എവിടെ ഗുജറാത്തിൽ കളിച്ചപ്പോൾ, സ്വിറ്റ്സർലാൻഡിൽ കളിച്ചപ്പോൾ, വൺ ബോയ് കെയിം ആൻഡ് ടോൾഡ് മീ,
thank you for showing me the India that I never saw in cinema. You see, then there were other people saying it was എന്താ ഒരു സ്റ്റോറി ടെല്ലിങ് ഒരു ഇറ്റ്സ് ലൈക്ക് എ സ്റ്റോറി ആൻഡ് മാത്രമല്ല പാട്ടും. ഇപ്പം ഞാൻ കളിക്കുമ്പോൾ എപ്പോഴും പാട്ടിന് വളരെ 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 പ്രധാനപ്പെട്ട പാട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ചില കുട്ടികൾ അറിയാം ഇപ്പം പാട്ടിന് എങ്ങനെ പാട്ടുകൾ ഡാൻസ് ഭംഗിയായി കളിക്കും. എനിക്ക് അവിടെ മൈക്കിനോ സൗണ്ടിനോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഐ കെ നോട്ട് ഡാൻസ്. അപ്പം ഞാൻ പറയാറുണ്ട് ഞാൻ പാട്ട് പാടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഡാൻസ് കളിക്കുന്നത്. പാട്ട് പാടില്ലേ? പാട്ട് പഠിപ്പിക്കുമ്പോഴേ പാടുള്ളൂ.